കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 7 നമ്മൾ ശ്ലോകം 56 ചെയ്തു. അതിൽ എന്താ പറഞ്ഞു വെച്ചാൽ എന്തെല്ലാം, അതായത് എന്താണ് ഈ പെൺപ്രാവ് എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടും ആൺപ്രാവ് സാധിപ്പിക്കും. അത്ര അങ്ങടും ഇങ്ങടും എന്തൊന്നില്ലാത്ത സ്നേഹത്തോടു കൂടിയും പിന്നെ സഹിച്ചൂടായിക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ അവർ ജീവിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി ശരിക്കും എന്താ കഥ ഉണ്ടാച്ചാൽ ഞാനതൊന്ന് കഥ പറയാൻ എന്നിട്ട് പോകുമ്പോൾ എളുപ്പമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ കഥ എന്താ വെച്ചാൽ പലർക്കും അറിയുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺപ്രാവ് ഗർഭം ധരിച്ചു. അപ്പോൾ മറ്റ് അത് ഭർത്താവ് അടുത്തിരുന്നും കൊണ്ട് തന്നെ ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ മുട്ടക്കെട്ടു. എന്നിട്ട് മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞി പ്രാവുകളുണ്ടായി. അപ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി, സാധാരണ എല്ലാ അച്ഛനമ്മമാരെ പോലെ. എന്നിട്ട് അവരെ വളർത്താൻ വേണ്ടിയിട്ട് അവർ പാട്ടും ഇതൊക്കെ കേട്ടിട്ട് അവർ ശരിക്കും നിർവൃതി കൊണ്ടു, സാധാരണ എല്ലാ അച്ഛനമ്മമാരെ പോലെ. അങ്ങനെ അവർ പറന്ന് കളിക്കണതൊക്കെ കണ്ട് അവർക്ക് സന്തോഷമായി. അവർ വളരെ ആ മായാമോഹിതരായിട്ട് സർവവും ഈ കുട്ടികളാണ്, ഞങ്ങൾ രണ്ടാളുമാണ്, ഈ ലോകം തന്നെ ഈ ഞങ്ങളുടെയാണ് എന്ന് വിചാരിച്ചൊക്കെ നിർവൃതി അറിഞ്ഞ് ജീവിച്ചു കേട്ടോ. ഒരു ദിവസം പിന്നെന്താണ് ആ ഇണപ്രാവുകൾ രണ്ടാളും കുട്ടികൾക്ക് ഭക്ഷണം തേടിയിട്ട് അടുത്തുള്ള മരങ്ങളുടെ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്തൊക്കെ പറന്നുപോയി. തിരിച്ചു വരുമ്പോൾ ഒരു 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 പിന്നെ എന്താ പറയുക, ഒരു വേടൻ അല്ലെങ്കിൽ ഹണ്ടർ വല വീശി ഇവരില്ലാത്തപ്പോൾ ആ പ്രാവിൻ്റെ കുട്ടികളൊക്കെ അതിലേക്ക് പിടിച്ചു. അവർ ഭക്ഷണമൊക്കെ കൊണ്ട് മടങ്ങി വന്നില്ലേ, തൻ്റെ ആ പ്രാണന് തുല്യമായിട്ടുള്ള കുട്ടികൾ ഈ വേടൻ്റെ വലയിൽ കണ്ടു ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ദുഃഖം സഹിക്കവയ്യാതെ പെൺപ്രാവ് മായാമോഹിതയായിട്ട് ഇതെല്ലാം എൻ്റെ തീർന്നു, എൻ്റെ ജീവിതം തന്നെ നിഷ്ഫലമായി എന്നൊക്കെ വിചാരിച്ച് ഞാനും അവരുടെ കൂടെ മരിക്കുകയാണെന്ന് തീർച്ചയാക്കിയിട്ട് സ്വയം ആ വേടൻ്റെ വലയിലേക്ക് ചെന്നങ്ങോട്ട് വീണു. ആൺപ്രാവിന് അത് കണ്ടപ്പോഴോ അതിലേറെ ദുഃഖം, സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തോടുകൂടി കരഞ്ഞിട്ട് അയ്യോ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടുല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ്, അതായത് ഭാര്യയും കുട്ടികളും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, താനും ആ മരണത്തിനോട് മല്ലടിക്കണ അവരെ കണ്ടിട്ട് നിസ്സഹായത അനുഭവിച്ചിട്ട് ആ ആൺ പ്രാവും ആ വേടൻ്റെ വലയിൽ തന്നെ എനിക്കും വേണ്ട ഇന്നിരിക്കാൻ ജീവിക്കണ്ട പറഞ്ഞ് ആ വലയിൽ ചെന്ന് വീണു. അപ്പോൾ വേടന് സുഖാവും ചെയ്തു. അങ്ങനെ അതിയായിട്ടുള്ള സ്നേഹം എന്തിലാപ്പം കലാശിച്ചത്? എല്ലാവരുടെയും ദുഃഖത്തിലെന്ന് മാത്രമല്ല, ദേഹത്യാഗം തന്നെ അവർക്ക് ചെയ്യാൻ തക്കോണം ഉള്ള ദുഃഖം അവർക്കുണ്ടായി അല്ലേ. അപ്പോൾ ഒന്നിനും നമ്മൾ അത്യാസക്തിയരുത് എന്നാണ് ഇതിലിപ്പോൾ പറയണത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം അടുത്ത പിന്നെ ഇതിൽ നമുക്ക് എന്താ നോക്കാം. അതെ, ഓക്കെ. ഇനി നമുക്ക് 57 വായിക്കാം കേട്ടോ. ഇന്നത്തെ കപോതി പ്രഥമം ഗർഭം ഗൃഹ്ണതി കാല ആഗതേ അണ്ഡാനി സുഷുവേ നീടേ സ്വപത്യു സന്നിധൗ സതി. 57 എന്താണ് പ്രഥമം ഗർഭം? ഈ പെൺപ്രാവിന് ആദ്യത്തെ ഗർഭം. ഗൃഹ്ണമതി സതി, അങ്ങനെ പെണ്ണ് ഗർഭം ധരിച്ച ആ പെൺപ്രാവ് കപോതി കാലേ ആകതെ സമയമായപ്പോൾ, ഇത്ര ദിവസം ജസ്റ്റേഷൻ എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷികൾക്ക് നമുക്ക് 9 മാസം അല്ലെങ്കിൽ 10 മാസം, കഷ്ടിച്ച് 10 മാസമൊക്കെ ആണല്ലോ നമുക്ക്. പിന്നെ ഇവരുടെ ജസ്റ്റേഷൻ ടൈം എനിക്കറിയില്ല. എന്തായാലും സമയമായപ്പോൾ കാലേ ആകതെ സമയം ആയപ്പോൾ നീടെ കൂട്ടിൽ സ്വപത്യു തൻ്റെ ഭർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സന്നിധവും, ഭർത്താവിൻ്റെ സന്നിധിയിലെ മീൻസ് ഭർത്താവ് നോക്കിക്കൊണ്ടിരിക്കെ അണ്ടാനി മുട്ടകളെ സുഷുവേ ഇട്ടു. അതായത് ആസ് യൂഷ്വൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺപ്രാവ് ഗർഭം ധരിച്ചു.
ഗർഭകാലമൊക്കെ അവർ നല്ലോണം സൂക്ഷിച്ച് വേണ്ട പോലെ ഇരുന്നു. അത് കഴിഞ്ഞ് ഭർത്താവ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭർത്താവ് നോക്കിയിരിക്കെ തന്നെ ഈ പെൺപ്രാവ് മുട്ടകളിട്ടു. ആ അണ്ടങ്ങളെ പ്രസവിച്ചു. സന്തോഷമായി. പിന്നെ മുട്ട വിരിയണവർ കാത്തിരിക്കുകയാണ് കേട്ടോ. കബോധി പ്രഥമം ഗർഭം ഗൃഹ്ണതി കാല ആഗതേ അണ്ടാനി സുഷുവേ നീടേ സ്വപത്യു സന്നിധൗ സതീ തേഷു കാലേ വ്യജായന്ത രചിതാവയവാഹരേഃ ശക്തിഭിർദുർവിഭാവ്യാഭിः കോമളാംഗതനൂരുഹാः. ഒരു പേരൻസിന് സന്തോഷം. തേഷു ആ മുട്ടകളിൽ ദുർവിഭാവ്യാഭിഹി, അതായത് നമുക്ക് ഊഹിക്കാൻ പോലും വിഭാവനം ചെയ്യുക, അതായത് ദുർവിഭാവ്യാഭിഹി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഹരേഹേ ശക്തിഭി അല്ലേ, ഹരിയുടെ ശക്തി കൊണ്ടല്ലേ. എങ്ങനെയാണ് ആലോചിച്ച് നോക്കിയാൽ എത്ര അത്ഭുതമാണല്ലേ. ഇങ്ങനെ വെറും ദ്രാവക രൂപത്തിൽ ലിക്വിഡ് ഫോമിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഏത് ശക്തി കൊണ്ടാണ് അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അവസാനമില്ല അല്ലേ. ശരിക്കും നമ്മുടെ പിന്നെ മനുഷ്യന്മാരുടെ ഗർഭത്തിലും ശരിക്കും തന്നെ ഭഗവാന്റെ പണിപ്പുരയാണ് ഓരോ ഗർഭപാത്രവും, അല്ലെങ്കിൽ ഓരോ മുട്ടയും. ശരിക്കും അവിടെ ആ ഭഗവാൻ, നമുക്കത് ആലോചിച്ച് നോക്കിയാൽ എത്ര അത്ഭുതമാണല്ലേ. ഹരേഹേ ശക്തിഭി, ഏത് ശക്തിയാണ് ഭഗവാന്റെ അല്ലാണ്ട് ഹരിയുടെ ശക്തിയാൽ രചിതാവയവാഹ, അതായത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ അവയവങ്ങളും, ആ ഒരു പ്രത്യേക സ്പീഷീസിന് വേണ്ട എല്ലാ അവയവങ്ങളും ആര് സൃഷ്ടിക്കണോ? ഭഗവാൻ ഹരി. കോമളാംഗ തനൂരുഹാഹ, ആ വളരെ കോമളം വെച്ചാൽ മൃദു സോഫ്റ്റായിട്ടുള്ള ആ അംഗങ്ങളൊക്കെ രോമങ്ങളും എല്ലാം വേണ്ട പോലെ ഉണ്ടായിട്ട് കാലേ, ആ കാലം വരുമ്പോൾ വ്യജായത, ജനിച്ചു അല്ലേ. എല്ലാം മുട്ട പൊട്ടി വരുമല്ലോ. അപ്പോൾ ആ വെറും ദ്രാവക രൂപത്തിലുള്ള മുട്ട കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആ എന്താ പറയുക, ഒരു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ആ ഭഗവത് ശക്തി വിശേഷം കൊണ്ട് അതിന് ആ ദ്രാവക രൂപത്തിലുള്ള മുട്ടയുടെ ഉള്ളിൽ ആ നല്ല ഭംഗിയുള്ള പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങടെ വിരിഞ്ഞു. പക്ഷിക്കുഞ്ഞുങ്ങൾ പതുക്കെ പുറത്ത് വന്നു. എത്രയല്ലേ, ഞാൻ എപ്പോഴും അത് ആലോചിക്കും, എത്രയും ഇതിലധികം ഒരു അത്ഭുതം എന്താണുള്ളതല്ലേ ശരിക്കും. ആ ഓരോരോ സ്പീഷീസിലും അതാത് സ്പീഷീസിൻ്റെ പോലത്തെ കുട്ടിയെ വെറുതെ അതിന്ന് തന്നെ മുഴുവൻ ഉണ്ടാക്കുന്ന ആ ശക്തി എന്തൊരു ശക്തിയാണല്ലേ. അതാണല്ലോ പ്രപഞ്ചശക്തി. അങ്ങനെ ഭർത്താവിൻ്റെ സന്നിധിയിൽ ആ പക്ഷിക്കുഞ്ഞുങ്ങളും വിരിഞ്ഞു. തേഷു കാലേ വ്യജായന്ത രചിത അവയവാഹരേഃ ശക്തിഭിർദുർവിഭാവ്യാഭി, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കോമള അംഗതനൂരുഹ, അതിമനോഹരമായിട്ടുള്ള പ്രാവുവിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായി. പ്രജാഹ പുപുഷതു പ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തൗ കൂജിതം താസാം നിർവൃതൗ കലഭാഷിതൈഃ. അപ്പോൾ ഇനി പിന്നെന്താണ് ഈ താസാം കൂജിത, അതിൻ്റെ ആ കുഞ്ഞു ശബ്ദം ഉണ്ടാവുമല്ലോ കുഞ്ഞ് പ്രാവിൻ്റെ കുട്ടികളുടെ. ശൃണ്വന്തൗ, കേൾക്കുന്നവയും. സന്തോഷമായി ഈ അച്ഛനും അമ്മയ്ക്കും, അച്ഛൻ പ്രാവിനും അമ്മ പ്രാവിനെ. കലഭാഷിതൈഹി, ആ മധുരമായിട്ടുള്ള ആ ശബ്ദം അവർക്ക് അങ്ങനെയല്ലേ നല്ലോണം തോന്നൂലോ. നിർവൃതവും, അതിലവർ നിർവൃതി കൊണ്ട്, പ്രീതവും സന്തോഷപ്പെട്ടിട്ട്, പുത്രവത്സലവും എന്തൊന്നില്ലാത്ത പുത്രവാത്സല്യം കൊണ്ട് ദമ്പതി, ആ പ്രാവ് ദമ്പതികൾ അല്ലെങ്കിൽ കപോത ദമ്പതികൾ പ്രജാഹ കുഞ്ഞുങ്ങളെ പുപുഷതു വളർത്തുന്നു അല്ലേ. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലേ. അതൊന്നും നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല ആ സ്നേഹത്തിന്. അച്ഛനമ്മമാരൊക്കെ കുട്ടികളോടുള്ള സ്നേഹത്തിന് ഏത് സ്പീഷീസ് ആണെങ്കിലും ഒരുപോലെയാണ്. വലുതായി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അല്ല, അവർക്ക് വിശേഷബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവനവൻ്റെ ഇടം കഴിക്കാണ്ടായാൽ അവർ പറന്നു പോണു പക്ഷികളൊക്കെ, അത്രയേ ഉള്ളൂ അല്ലേ. പക്ഷെ അതുവരെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ ഒരേപോലെയുള്ള സ്നേഹമാണ് വർഷിക്കണേ. അപ്പോൾ അവർക്ക് സന്തോഷമായി അവരുടെ കളകൂജനമൊക്കെ കേട്ട്, അവ്യക്തവും മധുരമായിട്ടുള്ള ശബ്ദമൊക്കെ കേട്ടിട്ട് അവർ ശരിക്കന്നെ ആ കപോത ദമ്പതികൾ നിർവൃതി അടഞ്ഞു. ആ കുട്ടികളെ തന്നെ വളർത്താനുള്ള ആഗ്രഹത്തിലും സന്തോഷത്തിലും അവർ മുങ്ങി. നമ്മളൊക്കെ
ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ആ കുട്ടികളാണെന്ന് പറഞ്ഞ് സർവസ്വവും അവർക്ക് വേണ്ടി ചെയ്യുക അല്ലേ. എന്തൊന്നില്ലാത്ത സ്നേഹം വെച്ചാൽ അവസാനം എന്താ ഉണ്ടാവുക എന്ന് തന്നെയാണ് പറയണത്. പ്രജാഹ പുപൂഷതു പ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തൗ കൂജിതം താസാം നിർവൃതൗ കലഭാഷിതൈഃ. 60 താസാം പതത്രൈഃ സുസ്പർശൈഃ കൂജിതൈർമുഗ്ധചേഷ്ടിതൈഃ പ്രത്യുദ്ഗമൈരധീനാനാം പിതരൗ മുദം ആപതു. പാവം എന്താണ് അധീനാനാം, അതായത് ഒരു വളരെ ദീനത ഇല്ലാച്ച എന്താ, വളരെ സന്തോഷത്തോടു കൂടി താസാം അവയുടെ സുസ്പർശൈ, ആ സോഫ്റ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള പതത്രൈ ചെറിയ കുഞ്ഞ് ചിറകുകളാലും കൂജിതൈ ആ കുഞ്ഞ് ശബ്ദവും അല്ലേ കുട്ടികളുടെ മുഗ്ധചേഷ്ടിതൈ അവരുടെ ആ വളരെ അതിമനോഹരമായിട്ടുള്ള നോട്ടവും കളികളും അല്ലേ കുട്ടിക്കളികളും പ്രത്യുദ്ഗമൈഹി അങ്ങനെ ഇവരെ കാണുമ്പോൾ അടുത്തേക്ക് ഓടി വന്ന് അവർ അടുത്തങ്ങനെ അണഞ്ഞിരിക്കണതും പിതരവും മാതാവും പിതാവും മുദം ആപതു ആനന്ദം പ്രാപിച്ചു. എത്ര ശരി, അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ദമ്പതികൾ ഈ കുട്ടികളെ എന്താണ് അവരുടെ ആ വളരെ സോഫ്റ്റായിട്ടുള്ള ചിറകുകളും അവരുടെ ശബ്ദങ്ങളും അവരോടി വന്ന് അവരുടെ അടുത്തണഞ്ഞിരിക്കുന്നതും ചൂട് കിട്ടിയിരിക്കുന്നതും ഒക്കെ ആ കപോത ദമ്പതികൾ അങ്ങേയറ്റം ആനന്ദിച്ചു. അത് തന്നെയാണ് അവരുടെ ലോകം എന്നായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്തൊന്നില്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് അവർക്ക് ഉണ്ടായി. അപ്പോൾ അവർക്ക് ഇതാലോചിക്കാനുള്ള ഒരു വിശേഷ ബുദ്ധി ഇല്ലല്ലോ. നമുക്കാണെങ്കിൽ പിന്നെയും നമുക്ക് പല കഥകളും ഇപ്പോൾ ഈ കഥ തന്നെ കേട്ടാൽ തന്നെ അപ്പം നമ്മൾ വിചാരിക്കൂല ഈശ്വര ഞാൻ ആദ്യമായിട്ടൊന്നും വേണ്ട, ഈ എല്ലാം ഈശ്വരനാണ് നടത്തുന്നത്. അവർ വയറ്റിലുണ്ടായിട്ട് ഇങ്ങനൊരു നിലയ്ക്കാക്കിയതും എല്ലാം ശരിക്കും ഈശ്വരനാണ്. എനിക്കിതിൽ പങ്കൊന്നുമില്ല, എന്നെക്കൊണ്ട് എന്തോ ചെയ്യിക്കണമെന്ന് വിചാരിക്കാനൊന്നും പക്ഷികൾക്ക് വിശേഷ ബുദ്ധി ഇല്ലല്ലോ. നമുക്കും പറ്റണില്ല, അതൊന്നും പറ്റണില്ല അല്ലേ. അപ്പോൾ അവർ പാവം അങ്ങനെ അതിൽ മുഴുകി ഇരുന്നു, അത്ര അങ്ങേയറ്റം മുഴുകി പാവം. അപ്പം ഇനി നമുക്ക് 60 വായിച്ച് 61 പോവാം. താസാം പതത്രൈ സുസ്പർശൈ കൂജിതൈർമുഗ്ധചേഷ്ടിതൈ പ്രത്യുദ്ഗമൈരധീനാനാം പിതരോ മുദം ആപതു. സന്തോഷം കൊണ്ടു അവർ എന്തൊന്നില്ലാതെ. 61 സ്നേഹാനുബദ്ധഹൃദയാ വന്യോന്യം വിഷ്ണുമായയാ വിമോഹിതൗ ദീനനിധിയൗ ശിശൂൻ പുപുഷതു പ്രജാഹ. വിഷ്ണുമായയിൽ അകപ്പെട്ടു നമ്മളെ എല്ലാവരും, നമ്മളും അങ്ങനെ തന്നെയാണ്. വിഷ്ണുമായ, അതായത് ഈ യോഗമായ ഭഗവാന്റെ വിഷ്ണുമായയാൽ വിമോഹിതവും മോഹിതന്മാരായും അന്യോന്യം തമ്മിൽ സ്നേഹാനുബദ്ധ ഹൃദയവും സ്നേഹം കൊണ്ട് അങ്ങേയറ്റം ബന്ധിക്കപ്പെട്ട മനസ്സോടുകൂടിയും ദീനധീയവും ആർദ്രമായ, അതായത് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ദമ്പതികൾ ശിശൂൻ പ്രജാഹ ആ ചെറിയ കുഞ്ഞുങ്ങളെ പുപുഷതു അങ്ങനെ വളർത്തി വന്നു. അവർ അത്ര ഒരു സാധാരണയിലും കവിഞ്ഞ് അവർ വളരെയധികം ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അവർക്ക് ആ കുട്ടികളോടുണ്ടായി. എന്താ കാരണം വെച്ചാൽ അവർ വിഷ്ണു മായയിൽ, ഇതൊക്കെ ഭഗവാന്റെ മായയാണല്ലോ, ആ പ്രായത്തെ അച്ഛനമ്മമാർക്ക് സ്നേഹം തോന്നിയില്ലെങ്കിലും കുട്ടികളെ വളർത്തൂല്ല അല്ലേ. അപ്പോൾ ഈ മായയുടെ ഒരു കളി തന്നെയാണത്. നമുക്ക് ആ മായയാണെന്ന് മനസ്സിലായിട്ട് നമ്മൾ വേണ്ട പോലെ അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യുമ്പോഴും നമുക്കിത് മായ കൊണ്ടാണെന്ന് തോന്നി ഇടയ്ക്ക് മാറി നിൽക്കാനുള്ളൊരിതും ഒക്കെ സാധിക്കണം. അതാണല്ലോ മായയ്ക്ക് അതീതമായി പോകണമെന്ന് പറയണം. വേണ്ടതൊക്കെ ചെയ്യണം, പക്ഷെ ഇതൊക്കെ ഭഗവാന്റെ ആണെന്ന് വിചാരിച്ച് ചെയ്യണം എന്നാണല്ലോ പറയണത്. അതെത്ര വിഷമാണെന്ന് പറഞ്ഞാൽ തീരില്ല. പക്ഷേ നമുക്ക് തരുന്ന ഒരു അതായത് ഇപ്പം അതാണല്ലോ ഇതിന്ന് പഠിച്ചത്. പിന്നെ ദത്താത്രേയനും അതാണ് പറഞ്ഞത്, അതിസ്നേഹം അതിദുഃഖം ആണെന്ന് പറയണം. അപ്പോൾ അവരങ്ങനെ വിഷ്ണുമായയിൽ കിടന്ന് പിന്നെ അവരുടെ അത്ര ഇമോഷണലി അറ്റാച്ച്ഡായിട്ട് അവർ ജീവിച്ചു, പോഷിപ്പിച്ചു, കുട്ടികളെ വളർത്തി. സ്നേഹാനുബദ്ധഹൃദയാ വന്യോന്യം വിഷ്ണുമായ എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. മോഹിതരായിട്ട് ദീനധിയൗ ശിശൂൻ പപുഷതു പ്രജാഹ ആ കുട്ടികളെ
വളർത്തി സ്നേഹമസൃണമായിട്ടുള്ളത് ഹൃദയത്തോട് കൂടിയിട്ട്. ഇനിയാണ് കഥ മറ്റത് 62. ഇനി വേടൻ വരണതൊക്കെ. ഏകദാ ജഗ്മതു സ്ഥാസാമന്നാർത്ഥം തൗ കുടുംബിനൗ പരിത കാനനേ തസ്മിൻ അർത്ഥിനൗ ചേരദുശ്ചിരം. അപ്പോൾ ഇനി പറയാണ്, ഒരിക്കൽ ഏകദാ ഒരു ദിവസം തൗ കുടുംബിനൗ ആ ദമ്പതികൾ, കുടുംബിനികൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഭർത്താവും ഭാര്യയും കുട്ടികൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടാളും കൂടി പോയാലേ അവർക്ക് എന്തെങ്കിലും എല്ലാ കുട്ടികൾക്കും വേണ്ട ഭക്ഷണം കൊടുക്കണമെങ്കിൽ രണ്ടാളും കൂടി പോകണം. അപ്പോൾ കുട്ടികളെ എവിടെ ആക്കിയിട്ട് അവർക്ക് ബേബി സിറ്റ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. താസാം ആ കുഞ്ഞുങ്ങളുടെ അന്നാർത്ഥം, വലുതാവുമ്പോൾ ഭക്ഷണം അധികം വേണം അല്ലേ. ആസ് ദേ ഗ്രോ ഓൾഡർ അവർക്ക് കൂടുതൽ ഭക്ഷണവും കൊടുക്കണമല്ലോ. അങ്ങനെ ആഹാരത്തിനായിക്കൊണ്ട് ജഗ്മതു പുറത്തേക്ക് പോയി. തസ്മിൻ കാനനെ ആ കാട്ടിൽ അർത്ഥിനൗ ഇരയെ, അതായത് അർത്ഥം നമ്മുടെ ഇരയെ ആഗ്രഹിച്ചിട്ട് പരിതഹ എല്ലാ ഭാഗത്തും ചിരം ചേരതു. കുറച്ചൊക്കെ നേരം ഭക്ഷണം കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ചിലപ്പോൾ വേഗം കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്തു അവർ ഈ ഭക്ഷണമൊക്കെ കൊണ്ടുവരാൻ. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഈ കപോത ദമ്പതികൾ ഈ കുട്ടികൾക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം അധികമായി വരുന്ന കാരണം രണ്ടാളും കൂടി കുറച്ചടുത്തുള്ള വേറൊരു അപ്പുറത്തുള്ള ഒരു കാട്ടിൽ പോയി ഭക്ഷണം നോക്കിയിട്ട് കുറച്ചധികം സമയമെടുത്തു അവർ തിരിച്ചു വരാൻ. അതാണ് പറഞ്ഞത്. ഏകദാ ജഗ്മതു സ്ഥാസാമന്നാർത്ഥം തൗ കുടുംബിനൗ പരിത കാനനേ തസ്മിൻ അർത്ഥിനൗ ചേരദുശ്ചിരം. കുറച്ച് സമയമെടുത്തു. കുറച്ച് നേരം കണ്ടിട്ടുണ്ടാവില്ല. പറ്റണ ഭക്ഷണമാണല്ലോ ഇവർക്ക്. പുഴുവോ എന്താന്ന് ശല്യം എടുക്കണത്, അല്ലെങ്കിൽ കുഞ്ഞു പഴങ്ങളോ. ദൃഷ്ട്വാ താൻ ലുബ്ധക കശ്ചിദ്യദൃച്ഛാതോ വനേ ചര ജഗൃഹേ ജാലമാതത്യ ചരത സ്വാലയാന്തികേ. എന്തൊരു സങ്കടമല്ലേ. അപ്പോൾ വനേചരഹ കാട്ടിൽ സഞ്ചരിക്കുന്ന കശ്ചിത് ലുബ്ധക ഒരു വേടൻ യാദൃച്ഛികമായി സ്വാലയാന്തികെ ആ കൂടിൻ്റെ അരികത്ത്, അന്തികെ പറഞ്ഞ അടുത്ത് ചരത സഞ്ചരിക്കുന്ന താൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ ദൃഷ്ട്വ കണ്ടിട്ട് ജാലം വലയെ ആദത്യ വിരിച്ച് ജഗൃഹെ പിടിച്ചു. അപ്പോൾ ഇവർ ഈ കുറച്ച് വലുതായിരുന്നല്ലോ. അപ്പോൾ അവർ ആ കൂടിന്ന് പുറത്തേക്ക് വന്നിങ്ങനെ ആ കൂടിൻ്റെ തൊട്ടടുത്തുള്ള ആ മരക്കൊമ്പിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ മരക്കൊമ്പിലോ അതോ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ആണോ മുട്ടട്ടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. മരമായിക്കൊള്ളണമെന്നില്ല. പ്രാവൊക്കെ ആകുമ്പോൾ ഈ ബിൽഡിങ്സിൻ്റെ അവിടെയൊക്കെ ഇടൂലോ. പക്ഷെ ഇതിപ്പോൾ കാട്ടിലായതുകൊണ്ട് മരത്തുമ്പോൾ തന്നെ ആവും. അപ്പോൾ അവർ ആ കുട്ടികൾ കുറച്ച് വലുതായതുകൊണ്ട് അവർക്ക് ആപത്തൊന്നും ആലോചിക്കാനറിയില്ല. അവർ കൂടിൻ്റെ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്ടായത്, ഒരു വേടൻ ആ ഭാഗത്തെത്തി. ഈ കുട്ടികളെ കണ്ടപ്പോൾ വേടനിപ്പോൾ എന്താ കൊന്ന് തിന്നണം എന്നല്ലേ ഉള്ളൂ, ഭക്ഷണമല്ലേ, വേടൻ്റെ ഭക്ഷണമാണല്ലോ അത്. അപ്പോൾ വേഗം നല്ല സുഖമായി. അച്ഛനും അമ്മയൊന്നും അവിടെ കാണാനും ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ വേഗം അച്ഛനമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഉടനെ കൂടിനുള്ളിലേക്ക് തന്നെ പോവും. ഇതിപ്പോൾ അവർക്കറിയില്ല. അവർ കളിച്ച് നടക്കുമ്പോൾ ഈ വേടൻ അത് കണ്ടപ്പോൾ വലയിട്ട് ഈ പാവം കുഞ്ഞുങ്ങളെ പിടിച്ചു. അതാണ് ഇപ്പം ഉണ്ടായത്. അപ്പോൾ ദൃഷ്ട്വാ താൻ ലുബ്ധക കശ്ചിദ്യദൃച്ഛാതോ വനേചരഃ ജഗൃഹേ ജാലമാതത്യ ചരത സ്വാലയാന്തികേ. അവരുടെ കൂടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വേടം വന്നിട്ട് വലട്ട് പിടിച്ചത്. കപോതശ്ച കപോദീച പ്രജാപോഷേ സദോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടം ഉപജഗ്മതു. പാവം എന്തായത് 64 എന്താ പറയണേ, കുഞ്ഞുങ്ങളെ പ്രജാപോഷെ ആ കുഞ്ഞുങ്ങളെക്ക് വേണ്ടത് കൊടുത്ത് വളർത്തണേൽ സദാ എപ്പോഴും ഉത്സുകവും, അത്രയധികം ഔത്സുഖ്യമുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അവർ. പാവം ആ ഭക്ഷണമൊക്കെ വന്ന് കുട്ടികളെ വളർത്തുന്നതിൽ അങ്ങേയറ്റം വ്യാപൃതരായിട്ടുള്ള ആ കപോത ദമ്പതികൾ ഗതൗ ഇര തേടാൻ പോയ
തേടാൻ പോയതാണല്ലോ. അവർ കപോതഹ ച ആൺപ്രാവും കപോതി ച പെൺപ്രാവും പോഷണം എരയും എടുത്തുകൊണ്ട് ആദായ എരയെടുത്തുകൊണ്ട് വന്നിട്ട് സ്വനീടം തൻ്റെ കൂട്ടിലേക്ക് ഉപജഗ്മതു തിരിച്ചു വന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നാണ് ഈ കപോതവും. അപ്പോൾ ഇവർ ഈ ആൺപ്രാവും പെൺപ്രാവും വേണ്ടത്ര തീറ്റയൊക്കെ സമ്പാദിച്ച് അവരുടെ ഗൃഹത്തിലേക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അങ്ങേയറ്റം ആഗ്രഹത്തോടു കൂടി വിശന്നിരിക്കുകയാണല്ലോ കുട്ടികളെ, അവർക്ക് കൊടുക്കാനുള്ള ആ ആഗ്രഹത്തോടു കൂടി ധാരാളം എരയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചങ്ങടെ എത്തി. അപ്പോഴോ കപോതശ്ച കപോതീച പ്രജാപോഷേ സദോത്സുകൗ അങ്ങേറ്റം ഉത്സുക്യം കൊടുക്കാനേ ഫീഡ് ചെയ്യാനേ ഗതൗ പോഷണമാതായ സ്വനീടം ഉപജഗ്മതു തൻ്റെ നീടത്തിൻ്റെ അവിടെ എത്തി. 65 കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താൻ അഭ്യഥാവത് ക്രോശന്തി ക്രോശതോ ഭൃജദുഃഖിത. പാവം. അപ്പോൾ എന്താണ്ടായി? കപോതി പെൺപ്രാവ് ബാലകാൻ ആ കുഞ്ഞ് സ്വാത്മജാൻ ആ കുഞ്ഞ് കുട്ടികളെ ജാലസംവൃതാൻ ഇങ്ങനെ വലയിൽ കുടുങ്ങിയതായിട്ട് കണ്ടിട്ട് ക്രാശത ഉറക്ക കരഞ്ഞു. വീക്ഷ്യ കണ്ട് ഭൃശദുഃഖിത വല്ലാത്ത ദുഃഖം കൊണ്ട് ക്രോശന്തി കരഞ്ഞുകൊണ്ട് താൻ അഭ്യതാവത് അവളുടെ അരികിൽ ആ കുട്ടികളുടെ അരികിൽ ചെന്നു. അതായത് വലയുടെ ഉള്ളിൽ വേടൻ വേറെന്തെങ്കിലും നോക്കാൻ പോയിട്ടുണ്ടാവും, വേടൻ അത്ര അവിടെ ഉണ്ടായില്ല എന്ന് വരാം. എന്തായാലും വലയുടെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് കിടക്കാൻ പറ്റാതെ കിടക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഈ അമ്മപ്രാവിന് സഹിച്ചില്ല ദുഃഖം. ഉറക്ക കരഞ്ഞുകൊണ്ട് തൻ്റെ കുട്ടികളങ്ങനെ അയ്യോ ഇപ്പം കൊല്ലുന്നു അറിയാലോ. അപ്പം അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചും കൊണ്ട് അവരിങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചും കൊണ്ടിരിക്കണം. തൻ്റെ ആ ശരിക്കന്നെ തൻ്റെ ഹൃദയം പോലെ താൻ സ്നേഹിക്കുന്ന ആ കുട്ടികളെ കണ്ടിട്ട് ഈ പെൺപക്ഷിക്ക് സഹിച്ചില്ല. ഭയങ്കരമായിട്ട് കരഞ്ഞും കൊണ്ട് ആ വലയുടെ അകത്ത് പോയില്ല, വലയുടെ അകത്ത് എന്ന് കുറച്ച് നേരം നിന്ന് കരഞ്ഞു. കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താൻ അഭ്യഥാവത് ഓടിപ്പോയിട്ട് അല്ലെങ്കിൽ വേഗം പോയിട്ട് ക്രോശന്തി കരഞ്ഞിട്ട് ക്രോശതോ ഭൃശദുഃഖിത എന്തൊന്നുമില്ലാത്ത ദുഃഖത്തോടുകൂടി കരഞ്ഞു. 66 സാ സകൃത് സ്നേഹഗുണിത ദീനചിത്താജമായയാ സ്വയം ചാബധ്യത ശിചാ ബദ്ധാൻ പശ്യന്ത്യപസ്മൃതി. 66 എന്താണ്? അജമായയ. അജൻ ചാര ഭഗവാന്റെ മായയാൽ എന്താ അസകൃസ്നേഹഗുണിത ആ മായ കൊണ്ടുണ്ടാവുന്ന സ്നേഹത്താൽ ബദ്ധയായിട്ട് ആ സ്നേഹത്തിൽ മുഴുകിയിട്ട് ബദ്ധാൻ പശ്യന്തി ഇങ്ങനെ വലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ അവസ്ഥയെ കണ്ട് ദീനചിത്ത എന്തൊന്നുമില്ലാത്ത ദുഃഖത്തോടു കൂടിയ മനസ്സുമായി അപസ്മൃതി അവനവനെ പറ്റിയിട്ടുള്ള വിചാരം തന്നെ ഇല്ലാണ്ടേ അങ്ങനെ സാ ച ആ പെൺപ്രാവും സ്വയം അവനവൻ തന്നെ ശിച ആബദ്ധ്യത ആ വലയിൽ പോയാണ് വലേൻ്റെ ഉള്ളിലേക്കാണ് കടന്നു. എനിക്കും ഇനി അവരുടെ കൂടെ തന്നെ മതി, എന്നെ കൊല്ലാച്ചാ കൊല്ലട്ടെ. അവനവനെ മറന്നു. അമ്മമാർക്ക് അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. കാരണം അത്രയ്ക്ക് ആ മക്കളുടെ ദുഃഖം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഞാൻ ആ ദുഃഖം ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. വേറൊരാൾക്ക് ഒരു ദുഃഖവും നമുക്ക് ഏറ്റെടുക്കാമെന്നൊക്കെ തോന്നും, പക്ഷെ ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. ആ ആത്മാവിന് ആ ജീവാത്മാവിന് സഹിക്കേണ്ടതൊക്കെ ആ ജീവാത്മാവിനെ സഹിക്കണം. കാരണം എല്ലാവരും പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ടി ജന്മം എടുത്തതാണ്. നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും അവനവൻ്റെ പ്രാരബ്ധകർമ്മ ഫലം അനുഭവിക്കാൻ വേണ്ടി ശരീരം എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല, ഒപ്പം ദുഃഖിക്കാം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവിന് അതൊന്നും ആലോചിക്കാനും പറ്റില്ല. ഈ പ്രാവ് ഈ ഈശ്വരൻ്റെ ഈ സർവേശ്വരൻ്റെ മായയാൽ മോഹിതയായിട്ട് വല്ലാതെ സ്നേഹബദ്ധയായിട്ട് എന്തൊന്നില്ലാത്ത ദുഃഖം അനുഭവിച്ചുകൊണ്ട് ആ കുട്ടികൾ ഇങ്ങനെ ഈ വേടൻ്റെ ബന്ധനത്തിലായത് കണ്ട് അതിനെ ഇനി കൊല്ലുന്നൊക്കെ അറിയാലോ. അങ്ങനെ വിചാരിച്ചിട്ട്
ഒന്നും അവനവനെ പറ്റി ചിന്തിച്ചതേ ഇല്ല. ഞാനും കൂടി പോയി ചത്തിട്ട് എന്താ കാര്യം എന്ന് ആലോചിക്കാനുള്ള മനസ്സാന്നിധ്യമില്ല. ദുഃഖം കൊണ്ടേ നമുക്കും അങ്ങനെ പറ്റുമല്ലോ ചിലപ്പോൾ. നമുക്ക് വല്ലാതെ ഈ മായയിൽ കിടന്നിട്ട് നമുക്ക് എന്തൊന്നുമില്ലാത്ത സ്നേഹം കൊണ്ട് നമ്മൾ മനസാന്നിധ്യം നഷ്ടപ്പെട്ടവരായിത്തീരും. വിവേകവും മനസാന്നിധ്യമൊക്കെ നഷ്ടപ്പെടും. അതുപോലെ ഈ കബോധത്തിന് വിവേകവും മനസാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട്, ഒരു പ്രാവിന് വേണ്ട മനസാന്നിധ്യം തന്നെ നഷ്ടപ്പെട്ടിട്ട് തനിക്കും ആ അനർത്ഥം വരും എന്നൊന്നും ചിന്തിക്കാണ്ട് എന്ത് ചെയ്തു, സ്വയം ആ വലയിൽ ചെന്നങ്ങട് ചാടി. അത് കാണാൻ വയ്യാഞ്ഞിട്ട് ഞാനും അവരുടെ കൂടെ ചാടുക പറഞ്ഞിട്ട് അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് 66 വായിച്ച ഇന്ന് നിർത്താം. സാ സകൃത് സ്നേഹഗുണിത ദീനചിത്താജമായയാ സ്വയം ചാബദ്ധ്യത ശിചാബദ്ധാൻ പശ്യന്ത്യപസ്മൃതി. സ്വന്തം ആപത്തിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ താനും ആ വലയിൽ സ്വയം ചെന്ന് അങ്ങോട്ട് ചാടി. അവിടെ നമുക്ക് നിർത്താം. നല്ലൊരു കഥയാണല്ലോ അത്. പിന്നെ എന്താണ്, ചീക്കാബോധത്തിൻ്റെ കഥ പറഞ്ഞാലല്ലേ അതെങ്ങനെ ഗുരുവായിന്ന് പിന്നെ ദത്താത്രേയന് പറയാൻ പറ്റുള്ളൂ, ഈ അവധൂതനെ. അതുകൊണ്ടാണ് കഥ പറഞ്ഞിട്ട്, മറ്റതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയല്ലേ. ഇപ്പോൾ പഞ്ചഭൂതങ്ങളൊക്കെ, ഇത് കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ആവരുത് എന്ന് പറയുകയാണ്. അതായത് ഇത് ശരിക്കും പറയുന്നത് ഒരു നെഗറ്റീവ് ഗുരുവാണ്. ഈ 24, അതിലേക്ക് ഞാൻ പിന്നെ വരാം. 24 ഗുരുക്കന്മാരിൽ പോസിറ്റീവ് ഗുരുക്കളും നെഗറ്റീവ് ഗുരുക്കളുണ്ട്. പോസിറ്റീവ് ഗുരു എന്ന് എന്താ പറഞ്ഞാൽ അവരെ പോലെ ആവണം. ഇപ്പോൾ ഭൂമി, ആകാശം അവരെ പോലെ ആവണം എന്നാണ്. ഇതങ്ങനെയല്ല, ഇവരെ പോലെ ആവരുത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ശരിക്കും പറയാച്ചാൽ ഗുരുക്കന്മാരാ. ഒന്നെങ്കിൽ അതുപോലെ ആവണം, അല്ലെങ്കിൽ അതുപോലെ ആവരുത്, അല്ലേ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.